അംബിക അമ്മയുടെയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് പിന്നെ യാമിനി ഇവിടെ വന്ന കാലം മുതലുള്ളതല്ലേ, അതൊന്നും അവൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. അപ്പു നന്നായിട്ട് പഠിക്കുന്നുണ്ട്, സാറുമായിട്ട് സൗന്ദര്യപ്പിണക്കവുമില്ല. പിന്നെ എന്തായിരിക്കും കാര്യം? രാജു, വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു കാര്യത്തിലും ഒരഭിപ്രായ വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിലില്ല. പിന്നെ പിന്നെ എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും സാറ് സമാധാനായിട്ടിരിക്കെ, അസുഖമൊക്കെ അങ്ങ് മാറിക്കോളും. മാഡം ആരെയാ നോക്കി നിൽക്കുന്നത്? ജഗന്നാഥേട്ടൻ പുറത്തുപോയിട്ട് ഇതുവരെ തിരികെ വന്നില്ല. ആ സാറിന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ കാണും മാഡം. ഞാൻ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. അത് ചിലപ്പോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായതുകൊണ്ടായിരിക്കും. മാഡം വിഷമിക്കാതെ, ആളിങ്ങ് വരും. മൂന്നുപേരും വന്നോ? തഹസിൽദാരെ കണ്ടുമുട്ടാൻ ഇത്രയും പാടാണെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. തഹസിൽദാരും തേങ്ങാക്കൊലൊക്കെ അവിടെ നിൽക്കട്ടെ, ആ കാര്യം ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. എന്തായാലും ഈ ആയുസില് നിന്നോട് ഞാൻ ഒരു നുണ പോലും പറയില്ല. ഏതെങ്കിലും ഒരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നോടത് ക്ലിയർ ചെയ്തിട്ടേ പോകും. അമ്മേ, അവിടെ വർമ്മ സാറിന്റെ വീട്ടില് യാമിനി മാഡത്തിന് സുഖമില്ല. ഡോക്ടർ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുക. യാമിനി മേഡത്തിന് എന്ത് പറ്റിയതാ? ഡിപ്രഷൻ ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈശ്വര, ഡിപ്രഷനോ? അതൊക്കെ വലിയൊരു രോഗമാണോ? അതൊന്നും എനിക്കറിയില്ല പ്രിയച്ചി, ജേട്ടനോട് ചോദിക്കണം. ദൈവമേ, യാമിനി മേഡം ഒരു മനുഷ്യപ്പറ്റുള്ള കൊച്ചായിരുന്നു, അതിന് ഈ ഗതി വന്നല്ലോ. എന്താ എന്ത് പറ്റി? എന്താ എല്ലാവർക്കും ഒരു മൂകത? ദേ വന്നു വിവരാവകാശ കമ്മീഷണർ. എല്ലാം ഇവരെ അറിയിക്കണം, ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരിക്കട്ടെ. എന്താടി ഞാൻ അറിയുന്നതിലൊരു തെറ്റ്? അല്ലേ, ഞാൻ ഈ കുടുംബത്തിലെ ഒരു മുതിർന്ന മെമ്പർ അല്ലേ? മെമ്പർ എന്താ രാജമോനെ ഇവിടെ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അളിയന്റെ അമ്മേ. വർമ്മ സാറിന്റെ വീട്ടില് യാമിനി മാഡത്തിന് സുഖമില്ല. എന്നിട്ട് എന്താ എല്ലാരും ഇവിടെ നഞ്ചു നിന്ന കൊരങ്ങനെ പോലെ മ്ലാഞ്ചി മ്ലാഞ്ചി നിൽക്കുന്നത്? നമുക്ക് പോണ്ടേ? വേഗം തയ്യാറാവ്, നമുക്ക് പോവാം. അകലേ നോവിനാലേ